ഹായ് ഗായ്സ്, വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ നട്ടു നനച്ചുണ്ടാക്കി പറിച്ചെടുത്ത കുറച്ച് ഐറ്റങ്ങളാണ് ഇന്നത്തെ എൻ്റെ ഷോർട്ട് വീഡിയോ. ഈ ചൂട് സമയത്ത് ജ്യൂസ് അടിച്ചു കുടിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് മുള്ളാത്ത ഫ്രൂട്ട്. ജ്യൂസിൻ്റെ ടേസ്റ്റും അതിലേറെ ഗുണവും ഈ ഫ്രൂട്ടിനുണ്ട്. അടുത്തത് ഗണപതി നാരങ്ങ. ഇതിൽ നിങ്ങൾക്കറിയാത്ത ഒരു രഹസ്യവും കൂടിയുണ്ട്. ഇതിൻ്റെ പുറന്തൊലി ചെത്തിക്കളഞ്ഞാൽ ഉൾഭാഗത്തുള്ള നാരങ്ങാലി ഒഴിവാക്കിയുള്ള ഫ്ലഷിന് നല്ല ടേസ്റ്റും മധുരവുമുണ്ട്. അടുത്തത് ചാമ്പയ്ക്ക. ചാമ്പയ്ക്ക് വെച്ച് ജ്യൂസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചാമ്പ ഉപ്പിലിട്ട് വെച്ച് കുറെ കഴിഞ്ഞെടുത്ത് അച്ചാറുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇനിയുള്ളത് നോനി ഫ്രൂട്ടാണ്. സാധാരണയായി നമുക്ക് ആർക്കും ഇതുകൊണ്ട് ഒരു ഉപയോഗവുമില്ലെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിലും മെഡിസിനൽ വാല്യൂവും കൂടുതലാണ്. ഇനിയുള്ളത് ചെറിയ തക്കാളിയാണ്. ഇത് കറിക്കായാലും ബിരിയാണിക്കും പ്രത്യേകിച്ച് ചട്നിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ ചെറിയ തക്കാളിയുടെ ചെടിയാണെങ്കിൽ നല്ലവണ്ണം പടർന്ന് പന്തലിച്ചുണ്ടാവുന്ന ഒന്നാണ്. ഇതിൽ നിറയെ കായുണ്ടാവുന്നത് പോലെ തന്നെ ഇതിന് തൂമ്പിലെടുത്ത് നല്ല തോരൻ വെച്ച് കഴിക്കാനും ടേസ്റ്റാണ്. ഇനിയുള്ളത് മരത്തക്കാളിയാണ്. ഇതിനെക്കുറിച്ചുള്ള ഗുണവും ബാക്കി വിശേഷങ്ങളും ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കയറി കാണുക. പിന്നെയുള്ളത് ചാമ്പക്കയിൽ തന്നെ വ്യത്യസ്തനായ ആപ്പിൾ ചാമ്പയാണ്. ഇതും കഴിക്കാൻ ടേസ്റ്റ് ഉള്ളതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.